ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലിലും ഒക്കെ പോകുമ്പം മുട്ട റോസ്റ്റ് വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലേ. നല്ല കുറാന്നിരിക്കുന്ന ഗ്രേവിയോടെ കിട്ടുന്ന ഈ മുട്ട റോസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ മുട്ട റോസ്റ്റിൽ എണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ്. കുറച്ച് എണ്ണ വെച്ച് എങ്ങനെയാണ് സവോള ഈ രീതിയിൽ നമ്മൾ ഗ്രേവിയാക്കി എടുക്കുക എന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണിത്. എല്ലാ വിഭവങ്ങൾക്കും നമുക്ക് ചോറിന് പോലും നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഓളൊക്കെ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ഈ റെസിപ്പിയിലേക്ക് പോകാം. ചില കാര്യങ്ങൾ അത് ചേർക്കേണ്ട സമയത്ത് ചേർക്കുമ്പോഴാണ് ഓരോ വിഭവങ്ങളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. മുട്ട റോസ്റ്റിന് വേണ്ടി ഞാനത് ഉരുളിച്ചട്ടിയിലാണെങ്കിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഓയിലെടുക്കാം. അതിനകത്തോട്ട് ഞാൻ ഇപ്പം ഒരു കറുവാപ്പട്ടയുടെ കഷ്ണവും ഒരു തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ പട്ട എന്ന് പറയുന്നതിൻ്റെ കഷ്ണവുമാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് കറിക്ക് സവോള വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഇതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ആദ്യമേ നമ്മളിങ്ങനെ ഇടുക. അത് കടുകിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി നമുക്ക് ചേർക്കാൻ പോകുന്നത്. ഇതൊക്കെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, അത് ജസ്റ്റ് ഇത് ഇങ്ങനെയൊന്ന് വാട്ടിയെടുത്താൽ മതി. അതൊന്ന് നമുക്ക് എണ്ണയിലേക്കിട്ട് ഒത്തിരി അത് അരഞ്ഞൊന്നും പോകരുത്, നമുക്കതൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതാ ഈ രീതിയിൽ അത് നമുക്ക് ഈ കറുവാപ്പട്ടയുടെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റുക. നമുക്ക് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ സീക്രട്ടുകളാണ് നമുക്ക് കറിക്ക് ആ ഫ്ലേവർ മുന്നേ നിൽക്കുന്നത്. നമ്മൾ പറയല്ലേ, എത്ര ശ്രമിച്ചിട്ടും ഇതുപോലെ ഒരു ഫ്ലേവർ കിട്ടുന്നില്ലല്ലോ കറിക്കുന്ന. അത് നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്നത് വളരെ ടേസ്റ്റ് തോന്നും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കറുവാപ്പട്ടയും ഈ ഓൾ സ്പൈസസ് എന്തെങ്കിലും കുറച്ച് ആദ്യം നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് സവോള, അത് നമുക്ക് ഷേപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് സവോള ഞാനിവിടെ പെട്ടെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ കുറച്ച് പച്ചമുളകുമാണ് ഇടാനുള്ളത്. പച്ചമുളക് ഞാൻ മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുട്ട പുഴുങ്ങുന്ന ഒരു നേരം മതി ഈ കറി വെക്കാനേ. മുട്ട പുഴുങ്ങാൻ നമ്മൾ തീയെ വെച്ച് കഴിഞ്ഞാൽ വേഗം കുറച്ച് സവോള, അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഒരു സവോള വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, ഇടത്തരം സവോള. അപ്പോൾ ഞാനിവിടെ 6 മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത്. എനിക്കിന്ന് 6 മുട്ടയാണ് ആവശ്യം. അപ്പോൾ ഞാൻ 5 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ സവോളയാണെങ്കിൽ 6 എടുക്കാൻ ശ്രമിക്കണം, എങ്കിലേ നമുക്ക് നല്ല ഗ്രേവി കിട്ടത്തുള്ളൂ. ആ സവോള കട്ട് ചെയ്യുമ്പോൾ ഇതുകൊണ്ടോ ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ. ചുമ്മാ നമ്മൾ തലങ്ങും വിലങ്ങും കട്ട് ചെയ്തിട്ടാൽ മാത്രം മതിയല്ല, അതിന് ഷേപ്പ് വേണ്ട, അധികം സമയവും വേണ്ട. നമ്മൾ തലങ്ങും വിലങ്ങും കട്ട് ചെയ്ത് സവോളയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ആ സവോള നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി എല്ലാം ഒന്നായി എണ്ണയിലൊന്ന് യോജിച്ച് നിൽക്കട്ടെ. സവോളയുടെ സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സവോള വെറുതെ ഇട്ടിരിക്കുകയാണ്, മുറിച്ച്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കറിയാണിത്. സവോളയൊന്ന് ഇളക്കി ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടിയിൽ തന്നെ കിടക്കരുത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടിയിൽ കുറേ സമയം കിടന്നു കഴിഞ്ഞാൽ അത് മൂത്ത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഈ സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാനും പിന്നെ ഇതിന് ഒരു മതിരിപ്പ് വരില്ല സവോളയ്ക്ക്, അത് മാറാനുമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക, ഒന്നുകൂടെ ഇളക്കുക. അതിനുശേഷം ചട്ടി അങ്ങോട്ട് മൂടി വെച്ച് തീയൊന്ന് ആദ്യം കുറച്ച് കൂട്ടി വെക്കുക, പിന്നെ സിമ്മിലാക്കി വെക്കുക. കുറച്ച് സമയം ഇങ്ങനെ മൂടിയിരിക്കട്ടെ. അപ്പോഴത്തേക്ക് സവോള നന്നായിട്ട് വാടി കിട്ടും. ഞാനത് 2 വലിയ തക്കാളിയാണ് കട്ട് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് 2 സമയത്തായിട്ടാണ് ഈ തക്കാളി ചേർക്കാനുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. 2 വലിയ തക്കാളി ഞാനിതിവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് മൂടയൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ തക്കാളി കട്ട് ചെയ്ത സമയം കൊണ്ട് തന്നെ
സവോളയൊന്ന് വാടി ഒന്ന് താന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സമയം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം ഇതുപോലൊരു ഗ്രേവി നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയുടെ അധികം ആവശ്യമില്ല. ഇപ്പം തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ മൂടി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാളയെല്ലാം റെഡി ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി സമയമൊന്നും വേണ്ട, നമുക്ക് അടിയിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ആ കട്ട് ചെയ്ത തക്കാളിയിൽ നിന്ന് ഒരു തക്കാളി, അതായത് അതിൻ്റെ ഒരു പകുതി ഭാഗം തക്കാളി ഇതിലേക്ക് ചേർക്കുക. ഇതാണ് നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടുന്ന മറ്റൊരു സീക്രട്ട് കേട്ടോ. ഈ തക്കാളി ഈ സമയത്ത് സവോളയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കൂടി കിടന്ന് വെന്ത് നല്ലൊരു കുഴഞ്ഞ രൂപത്തിൽ നമ്മുടെ ഗ്രേവി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഗ്രേവി തക്കാളിയുടെ ടേസ്റ്റ് ആ ഗ്രേവിയിലേക്ക് എത്തുകയും ചെയ്യും. ഇനി നമുക്ക് മൂടി വെക്കാം. ഇവിടെ കാത്തൂൻ്റെ പിള്ളേരും ഇതിലേ ഉണ്ട്. അവർ ഇതിലേ കിച്ചണിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയതാ. അവൾ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കട്ട് കുടിക്കാൻ നോക്കുന്നത് കണ്ടോ, കാത്തൂൻ്റെ കുഞ്ഞാവ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നോക്കിയേ, ഈ സമയം കൊണ്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് വഴന്നതിൻ്റെ കളറ് മാറിയിരിക്കുന്ന കണ്ടോ. ആ തക്കാളി ചേർത്തുകൊണ്ടാണ്. നമ്മൾ വേറെ കളറൊന്നും ഇപ്പം മഞ്ഞൾപ്പൊടി പോലും ചേർത്തിട്ടില്ല. പക്ഷേ ആ തക്കാളി ചേർത്തുകൊണ്ട് സവോളയ്ക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. സവോള നന്നായിട്ട് വഴന്ന് തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് വഴറ്റേണ്ട സമയമായി. ഇത്ര സമയം കൊണ്ട് തന്നെ ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രേവി വഴന്ന് വരും. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ചെയ്യാനുള്ള മുളക് പൊടി, അതൊരു നമ്മുടെ ഗ്രേവിക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് അതറിയാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള കുറച്ച് മീറ്റ് മസാലയാണ് ഞാൻ ഇടുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ മതി മീറ്റ് മസാല ഇടുക. ഇത്രയും ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാണ്ട്, അത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം ഗരം മസാല എപ്പോഴാണ് ഇടുന്നതെന്ന് കേട്ടോ. ഇനി ചെറിയ തീയിലിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമെന്ന് നോക്കി ചൂടുവെള്ളം ചേർക്കുക. തണുത്ത വെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് തിക്കായിട്ട് വേണമെങ്കിൽ ഈ രൂപത്തിലെടുക്കാം. അല്ല, കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാകും. ഒരിക്കലും പച്ചവെള്ളം ഗ്രേവിയിൽ ഒഴിക്കരുത്. എനിക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഞാൻ ഒഴിക്കുകയാണ്. 6 മുട്ട ഇടാനുള്ള ഗ്രേവി വേണം. അപ്പോൾ വെള്ളം ഒഴിക്കും തോറും നമുക്കിത് ഒത്തിരി ലൂസൊന്നും ആയി പോകത്തില്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട. അത് തിക്കായി കണ്ടോ, തിക്കായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ ഗ്രേവി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഒന്ന് മൂടി വെക്കട്ടെ. ഇപ്പം ഞാൻ ഒന്നുകൂടെ മൂടി വെച്ചിട്ട് എടുത്തപ്പോൾ കണ്ടോ ആ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ തിളച്ചു. ഇനി ഞാൻ മുട്ട ഇടുവാണ് കേട്ടോ. മുട്ട ഇട്ട് കൊടുക്കുക. ഇനി മുട്ടയും കൂടെ കിടന്ന് ഒന്നുകൂടെ വാടി വരണം. ഇതൊക്കെ പെട്ടെന്നായി വന്നോളും. ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വേഗം ഈ മുട്ടയും കൂടെ ഒന്ന് ആവി കയറി വരാൻ വേണ്ടിയിട്ട് ഇനി മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി തക്കാളി ഉണ്ടല്ലോ, ഇനി ആ തക്കാളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആ തക്കാളിയും കൂടി ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ ആ ഒരു തക്കാളി വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം. ഒത്തിരി തക്കാളിയുടെ ആവശ്യമില്ല, പുളി കൂടിപ്പോകും കറിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഈ 5 സവോളയ്ക്ക് 1 തക്കാളി, മൊത്തത്തിൽ 2 തക്കാളി അത്രയും മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് അതൊന്ന് വെന്ത് കുഴഞ്ഞു പോകേണ്ട. ആ തക്കാളി അതൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ കിടക്കണം. കറി ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ, 1 ടീസ്പൂൺ അല്ലെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത് ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈ ഇൻഗ്രീഡിയൻസ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് തരും അവസാനം നമ്മൾ ഈ ചെയ്യുന്നത്. ഇതല്ല എങ്കിൽ കുറച്ച് നോർത്ത് സ്റ്റൈലിൽ ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കാം. ഗരം മസാലയും കുറച്ച് മല്ലിയിലയും മാത്രം ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മല്ലിയില അത് നിങ്ങൾക്ക് കറിയുടെ ടേസ്റ്റ് അനുസരിച്ച്, ചിലർക്ക് നാടൻ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ നാടൻ ടേസ്റ്റാണ് ഇതുപോലെ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നോർത്ത് ടേസ്റ്റ് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മുട്ട റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് ഇപ്പോൾ ഈ മുട്ട റോസ്റ്റ് ഇരിക്കുന്നത് അല്ലേ. എന്ത് എളുപ്പത്തിലാണ് വെച്ച് കഴിഞ്ഞത്.
ഇതുപോലെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.